ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ 24 ന്യൂസിലെ ഹാഷ്മിക്ക് ഒരു അഭിമുഖം കൊടുത്തിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇതിൽ പത്രക്കാര് ഇരുന്ന് ചൊറിയുമല്ലോ, ചൊറിഞ്ഞ് ഓരോന്ന് ചോദിക്കുമല്ലോ. പക്ഷെ കറക്റ്റായിട്ട് രാഹുൽ പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ള സ്പേസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇതിനകത്തേക്ക് കയറ്റി വിട്ടതല്ലേ, ഇത് നിങ്ങൾക്ക് ഞാൻ ഇന്റർവ്യൂ തരുന്നത് എന്നുള്ള രീതിയിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതികൾ ആരോപിച്ചിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഹാഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, ആദ്യം പരാതിക്കാർ സംസാരിക്കട്ടെ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണ്. ഈ പരാതിക്കാരികളുടെ ചാറ്റും കോൺവേഴ്സേഷനും എല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ എനിക്കുള്ള ചാറ്റുകളുമെല്ലാം ഞാൻ വളരെ രഹസ്യമായിട്ട് കോടതിയിലാണ് സമർപ്പിച്ചത്. അതുപോലെ തന്നെ രഹസ്യ മൊഴി എടുക്കണം, അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള വിചാരണ വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് ഞാനാണ്. അത് എന്നെ രക്ഷിക്കാനല്ലോ. കാരണം എന്നെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ, ഞാൻ ചെയ്തതിൽ കൂടുതൽ 1000 മടങ്ങ് ഇവിടെ മാധ്യമങ്ങളിൽ അവർ അറിയിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ അവരറിയാതെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ആരാണ് ഞാൻ, എൻ്റെ രാഷ്ട്രീയം അതാണ്. ഇപ്പുറത്ത് നിൽക്കുന്നവരാരായാലും അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് ഗൂഢാലോചന നടത്തിയെന്നും റിനി ആൻഡ് ജോർജിന്റെ പേരുമൊക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഒരു ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അതുപോലെ എന്താ ആ സ്ത്രീയുടെ പേര്, എന്തോ ഒരു ഷഹനാസോ, ആ ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് രാഹുലിന്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. രാഹുലിന്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാം കേട്ടോ. ഇതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട്, ഞാനത് പറയാം. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവര് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചതാണ് സ്ത്രീകൾ പരാതി പറയുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന് ഞാൻ പറയുന്നു എന്ന്. നീലപ്പെട്ടി വിവാദം പോലെ മറ്റ് രാഷ്ട്രീയവാദങ്ങൾ പോലെ ഒന്നായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്ന ആ സമയത്ത് ഉണ്ടായത്. അത് പിൽക്കാലത്ത് അതിനുശേഷം വന്ന പരാതികളുടെ ഒരു നട്ടലാണെന്ന് സോഷ്യൽ മീഡിയ. എന്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം ഇപ്പൊ ദാദർ സൈഡിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രാഹുൽ ഇഷ്ടപ്പെട്ട ആളുകളെ പറ്റി രാഹുലിന് ഉറപ്പായി രാഹുലിന് ബോധ്യമുണ്ട് ആണ്. ആ ബോധ്യമുള്ള രാഹുൽ വന്ന് ഹൂ കേസ് എന്ന് പറയാവോ? അതെനിക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് ഇപ്പോഴും ഈ ചോദ്യമുള്ളത്. അങ്ങ് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും മാത്രം അറിയുന്ന ആളാണ്. എനിക്ക് രണ്ടുപേർ തമ്മിൽ, ഇപ്പൊ ഞാനും ശ്രീ ഹാഷ്മിയും നമ്മൾ തമ്മിലുള്ള പൂർണ്ണമായ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്ന രണ്ടുപേരേ ഉള്ളൂ അല്ലേ? എനിക്ക് താങ്കൾക്ക് മാത്രമാണ്. അതെ, രാഹുൽ അവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പരാതിക്കാരികളും രാഹുലും തമ്മിൽ സൗഹൃദമായിരുന്നു. അവിടെ എന്തൊക്കെ സംഭവിച്ചു, ആ റൂമിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. അതിൽ ഒരാൾ വന്ന് എന്ത് കള്ളത്തരം പറഞ്ഞാലും നാട്ടുകാർ മുഴുവൻ അത് ഏറ്റുപാടാൻ, എന്തിനാ പറയുക നാട്ടുകാരെന്ന് പറയേണ്ടത്, നമ്മൾ നാട്ടുകാരും ഏറ്റുപാടിയില്ല. ഈ മുഖ്യധാര മഞ്ഞപത്രങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങളായ ഈ മഞ്ഞപത്രങ്ങൾ ഏറ്റുപാടി എന്തോ ഒരു വലിയ കോലാഹലം സൃഷ്ടിച്ചു. ഇപ്പുറത്ത് നിൽക്കുന്നവൻ ഒന്നും പറയാനുള്ള അവസരം, അവന് കോടതി ഉണ്ടല്ലോ, നിയമമുണ്ടല്ലോ, നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ളവരും ആ നിയമവ്യവസ്ഥയുടെ സംവിധാനത്തിൽ വിശ്വാസമുള്ളവരെ അതിനുശേഷം സംസാരിക്കൂ. അയാൾ ഒരു കുറ്റവാളിയാണെന്ന് തെളിഞ്ഞതിന് ശേഷം അയാൾക്കെതിരെ കല്ലെറിയും. അതല്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ചത്. ഉമ്മൻചാണ്ടി സാറിനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഞാൻ കൂട്ടിക്കെട്ടുകയല്ല, പക്ഷെ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് തന്നെയാണ് രാഹുൽ പറയുന്നത്. താങ്കൾ മാത്രം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ വർഷം മാത്രമാണ്. ഞാൻ കൂടെ പറയുമ്പോഴേ എന്റെ വർഷമാകുകയുള്ളൂ, അല്ലെങ്കിൽ ആ സംഭവം പൂർണ്ണമാവുകയുള്ളൂ. എനിക്കിത് രണ്ടും അറിയുന്ന ആള് എന്ന നിലയിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. നമുക്ക് വഴിയെ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തി എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടുപേരുമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ അവർക്ക് രണ്ടുപേർക്കേ അറിയൂ. അതുകൊണ്ട് രാഹുൽ ചോദിക്കുന്നുണ്ട്, അവർ തമ്മിലുള്ള സംഭാഷണം, പല ആൾക്കാരും തമ്മിലുള്ള സംഭാഷണങ്ങൾ, കൺവേഴ്സേഷൻസ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ കോൺക്രീറ്റ് ആയിട്ട് എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാഡ് ടച്ച് എന്നുള്ളത് വിട്ടേക്കും, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ അത്തരം ധാർമ്മികതകളൊക്കെ നന്നായി വെച്ച് പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഞാൻ അധാർമികമായി എന്തെങ്കിലും ചെയ്തു വന്നോ, അതല്ലെങ്കിൽ ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു വന്നോ എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ചോദിക്കുന്നത് വ്യക്തിധാർമ്മികതല്ല, പൊളിറ്റിക്കൽ മൊറാലിറ്റി പറ്റിയായിരുന്നു. കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള
ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ആളുകളിൽ ഒരാളാണ്. എന്നേക്കാൾ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജയില് എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്നു, എന്നെ ഭീതിപ്പെടുത്തുന്നിട്ടുള്ള ഒരു കാര്യമല്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ പോകില്ല എന്ന് ഞാൻ തീർപ്പ് കൽപ്പിച്ചിരുന്നു. കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക്. അപ്പം ഹാഷ്മി അവിടെ ചോദിക്കുന്നുണ്ട്, ധാർമ്മികത വേണ്ടേ? നിങ്ങളൊരു ജനപ്രതിനിധിയല്ലേ, സാധാരണക്കാരനല്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഒളിവിൽ പോയത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന്. അതിൻ്റെ മറുപടിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയ ഒരാളാണ്. അതുകൊണ്ട് ജയിലിന് എനിക്കൊരു ഭയവുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ ജയിലിൽ പോകില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായത് കൊണ്ടാണ് ഞാൻ അതും മാറി നിന്നതല്ല. ഞാനതും നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ബെയിലിന് കൊടുത്തത്. ഞാനൊരു ജാമ്യം, അതും കോടതി വഴി മുൻകൂർ ജാമ്യത്തിന് ഞാൻ അപേക്ഷിച്ചിട്ടാണ് ഞാൻ നിന്നത് എന്നാണ് പറയുന്നത്. നല്ല ബോധ്യമുള്ളത് ഞാൻ പറഞ്ഞോട്ടെ, അത് കോടതികൾ ഇപ്പൊ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഒളിച്ചോടി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്കിപ്പം സാങ്കേതികമായി നിയമപരമായിട്ട് വാചകം പറയാം. ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല. ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഈ നിയമ സംവിധാനത്തിൽ ഒന്നും വിശ്വസിക്കാതെ പോകുന്നതിനെയാണ് നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് നല്ല വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുകയാണ്. അതൊരു പൗരൻ എന്ന നിലയിൽ എന്റെ അവകാശമാണ്. ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളുകളിൽ ശ്രീ ഹാഷ്മിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ജയിലിൽ കിടന്ന് വെറുതെ ആകില്ലേ? അത് തെറ്റാകില്ലേ? അതാണ് ഇയാള് തെറ്റ് ചെയ്തു അല്ലെ തെറ്റുകാരനാണെന്ന് ഈ സമൂഹം മുഴുവൻ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ മുഴുവൻ മുദ്ര കുത്തി, പോലീസും സർക്കാരും ചേർന്ന് അയാളെ ജയിലിലടച്ചു. നാളെ ഇയാൾ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ 18 ദിവസം ജയിലിലടച്ച് അയാളുടെ അത്രയും മാനസികാവസ്ഥയും അത്രയും അയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടും അയാളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടവും ഇവർ കൊണ്ടുവന്ന് നികത്തു. ഇത് തന്നെയുള്ളൂ നമ്മളും ചോദിക്കുന്നത്. ഇതേപോലെയുള്ള പരാതികൾ വിവാഹിതരായ സ്ത്രീകൾ എന്ത് വിവരക്കേടും പറഞ്ഞ് കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ ഇല്ല എന്താ പറയണേ, കാളയുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ, കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന കേരള പോലീസും സർക്കാരും കൊണ്ടുവന്ന ഒരാളെ ജയിലിലടയ്ക്കുവാണ്. ഇവിടെ സാധാരണക്കാരൻ്റെ ഒരു സാധാരണ പൗരൻ്റെ നിയമപരിരക്ഷ മതി, അല്ലാണ്ട് ഒരു MLA എന്നുള്ള പരിരക്ഷയൊന്നും വേണ്ട. അതാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മിക്ക് ഇപ്പോൾ അറിയില്ല, പക്ഷെ എനിക്കറിയാം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ജയിലിൽ കിടക്കാനുള്ള ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാം. അപ്പൊ എന്റെ ഒരു തീരുമാനമായിരുന്നു, എന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടക്കില്ല. പക്ഷെ എന്നെ ജയിലിൽ കിടത്തി അടക്കൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. മൂന്നാമത്തെ പരാതിയിൽ സെഷൻസിന്റെ ബെയിൽ ഓർഡർ അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ. ആ ബെയിൽ ഓർഡറിന് പക്ഷേ പരാതിയുടെ പ്രാധാന്യം കൊടുത്തില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പരിപൂർണമായി. അല്ല, അതൊന്നും അവർക്ക് കേൾക്കണ്ട. ഈ ബെയിൽ ഓർഡറിനകത്ത് കൃത്യമായിട്ട് കോടതികൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ നിരീക്ഷണമൊന്നും മാധ്യമങ്ങൾക്ക് കേൾക്കണ്ട. അവർക്ക് പരാതി മാത്രം. ഒരു പരാതിക്കാരി തോന്നുന്നതല്ല എഴുതി അവളെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നും അല്ലെങ്കിൽ എന്തോ ലൈംഗിക കുറ്റവാളിയാണെന്നും ലൈംഗിക വൈകൃതത്തിന്റെ പേരിൽ ദേഹമെല്ലാം മാന്തി പൊളിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതെല്ലാം കൂടി ഒരു സെൻസേഷണൽ ന്യൂസ് ആയിട്ട് കൊട്ടിഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ. അപ്പം ഈ ഒരു ബെയിൽ ഓർഡറിനകത്ത് കോടതി നിരീക്ഷിച്ചത്, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴികളും അവർ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റുകളും അത് കണക്കുള്ള ഡിജിറ്റൽ തെളിവുകളും എല്ലാം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തനുസരിച്ച് കോടതി നിരീക്ഷിച്ച കാര്യങ്ങളാണ് ബെയിൽ ഓർഡറിനകത്തുള്ളത്. ബെയിൽ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള, ബെയിൽ അനുവദിച്ചുകൊണ്ടുള്ള ഓർഡറിനകത്തുള്ളത്. അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്കും ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന വിവരമില്ലാത്തവന്മാർക്കും അറിയണ്ട. കാരണം ഇവന്മാർക്കൊന്നും ഒരു നിയമം എന്ന് പറയുന്നത് ABCD അറിയത്തില്ലല്ലോ, നമ്മുടെ പോലീസിനുൾപ്പെടെ. സൗകര്യത്തിന് വേണ്ടി ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഞാൻ ഓവർ കോൺഫിഡന്റ് അല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യമാണ്. അത് വേറെ ഏതെങ്കിലും തരത്തിൽ പിന്നെ എന്റെ അധികാരമോ എന്റെ സ്വാധീനമൊന്നുമല്ല. ഈ രാജ്യത്ത് ഒരു സാധാരണ പൗരൻ നിലയിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വത്തിലുള്ള വിശ്വാസം ഉറപ്പായും കോടതി തീരുമാനിക്കും.
അതെ, അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. കാരണം ഒരു വിവാഹിതരായ ഈ സ്ത്രീകൾക്ക് അങ്ങോട്ട് ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ട് പിന്നെ എന്താ പറയണേ, ചാറ്റ് ചെയ്തു, പ്രണയം കാണിച്ചു, പ്രണയം നടിച്ചു എന്നല്ലേ പറയാൻ പറ്റും. ഒരു ദിവസമെങ്കിലും യഥാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അത് ഏത് ദുഷ്ടനായിക്കോട്ടെ, യഥാർത്ഥമായിട്ട് ഒരുത്തന്, ഒരാണോ ഒരു പെണ്ണോ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവന് ജയിലറയ്ക്കുള്ളിൽ ഇടാനായിട്ട് ഒരു പെണ്ണും താല്പര്യപ്പെടത്തില്ല. അല്ലെങ്കിൽ അവരത്ര മാത്രം അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ കത്തി വെച്ച് മുറുക്കുകയോ അവരുടെ വേറെ ഏതെങ്കിലും ബന്ധുക്കളുടെ ഏറ്റവും മാതാപിതാക്കളെ കൊല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഒരു ദിവസം പോലും സ്നേഹമായിട്ട് യഥാർത്ഥമായിട്ടുള്ള പ്രണയമുള്ള ഒരു പുരുഷനെയും ഒരു സ്ത്രീയും ജയിലറയ്ക്കുള്ളിൽ കാണാൻ ആഗ്രഹിക്കില്ല. അപ്പൊ അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ പറയുന്നത് കേട്ടോ. പക്ഷെ രാഹുൽ മൂന്നാണ് ലിസ്റ്റുകൾ. ഒരു ജേർണലിസ്റ്റിന്റെ പാർട്ണർ കോൺഗ്രസിനകത്താണ് എന്ന് കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്രൈറ്റർ. അവരെന്നെ പറ്റി മാത്രമല്ല, വേറെ ഒരുപാട് പേരെ പറ്റി മോശം പറയും. ഒരുപാട് തലകൾ കൊയ്യുവാൻ വേണ്ടിയിട്ട് കടന്നുകൂടിയ ട്രൈറ്ററാണ് അവര്. പിന്നെ CPM-ന്റെ ചേർന്ന് നിൽക്കുന്ന രണ്ടു പേർ, ഇവരുടെ ഒരു സംഘം. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എന്നെ പറ്റി ഇങ്ങനെ കഥകൾ പറയാണ്. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. ശ്രീ ഹാഷ്മി ആരുടെ കാര്യം വേണമെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു. അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആരുടെ കാര്യം വേണമെങ്കിലും ചോദിച്ചു. ഞാൻ അവരുടെ ചാറ്റ് എടുത്തിട്ട് ഹാഷ്മിക്ക് തരാം, എൻ്റെ ഫോൺ തന്നെ തന്നേക്കാം. ഹാഷ്മി എടുത്ത് നോക്കിയിട്ട് ഈ ഹാഷ്മിയോട് പറഞ്ഞിട്ടുള്ള ഏത് കഥയിലും ആരും അവരറിഞ്ഞിട്ടല്ല പറയുന്നത്, പറഞ്ഞിട്ടുള്ള ആരുടെയും കൺവെർസേഷൻസ് പരിശോധിക്കാം. ഒരു വൺ സൈഡഡ് കൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു. ഒരു ദിവസം ഒരു യുവനടി, ഞാനങ്ങനെ അവർ ചെയ്തതുപോലെ പേരൊന്നും പറയാതെ പോകുന്നില്ല, റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്നാൽ അതവർ ഇഷ്ടം. മൂന്നാമത്തെ പരാതിയിൽ സെഷൻസിന്റെ നമ്മള് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനി ആൻഡ് ജോർജ് ഉണ്ടല്ലോ, റിനി ആൻഡ് ജോർജ് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടതാണ്. അവരാണ് ഇതിന്റെ ഒരു സൂത്രധാരക എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എനിക്കതിൽ നിന്ന് മനസ്സിലായത്. കാരണം 24 മണിക്കൂർ പരിചയപ്പെട്ട് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് എന്നെ എന്താ പറയുക, എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്തു, ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ആളാണ് എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞത്. ആ സ്ത്രീയുടെ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത്. അതിന് താഴെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് 4 പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ. ഇതൊരു സാധാരണ പൗരൻ നിലയിൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടു പറ്റി ഇങ്ങനെ കഥകൾ പറയാണ്. അയാളോട് മിസ്ബിഹേവ് ചെയ്തു, ഇയാളോട് മിസ്ബിഹേവ് ചെയ്തു, അയാളോട് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇയാളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. ശ്രീ ഹാഷ്മി ആരുടെ കാര്യം വേണമെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു. അപ്പം നമുക്ക് പേരുകളിലേക്ക് ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആരുടെ ഒരു വൺ സൈഡഡ് കൺവെർസേഷനോ അല്ല, പേരൊന്നും പറയാതെ പോകുന്നില്ല. റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ട് ഒരു മാധ്യമത്തിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലാണ് എനിക്കെതിരെ ആദ്യമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാതികളൊക്കെ പറയുമ്പോൾ ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ അവരെ പരിചയപ്പെട്ടതിന് 24 മണിക്കൂറിന് ശേഷം മിസ്ബിഹേവ് ചെയ്തു എന്നാണ് അവരുടെ പരാതി. ആദ്യത്തെ ദിവസം പറഞ്ഞില്ല, പിന്നീടാണ് അവർ അത് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം. ഞാൻ വെറുതെ പറയുകയല്ല, ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ് ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിന് ശേഷമുള്ള റീസെന്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പൊ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുരെ എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. എന്തപ്പോൾ തുരുതുര ഒരാൾ വിളിക്കാൻ ഞാൻ ചോദിച്ചു എന്താ? അപ്പം പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, മെയ് 28 മലക്കണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പം ഞാൻ ഫോൺ കൊടുത്തു. അപ്പം ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു.
പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിൽ മോശം അനുഭവമുള്ള ആള് ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റ് തൊട്ട് മുമ്പുള്ള മെയ് 28-നാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അതിനു മുൻപ് ഇവര് തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനിലെന്ന് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാള്. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന, അപ്പം നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പൊ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ട് എൻ്റെ ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടുമില്ല, 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു രാഹുൽ റിനിവാട് സൗഹൃദം റിനിവായി മാത്രമാണ്. എന്നിട്ട് ഹാഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. കാരണം ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും എങ്ങനെയെങ്കിലും രാഹുലിനെ കുറ്റക്കാരനാക്കണം. ലാസ്റ്റ് അങ്ങ് കളഞ്ഞിട്ട് പോയത് രാഹുലിൻ്റെ കയ്യിൽ ഒന്നും കിട്ടത്തില്ല. കാരണം രാഹുൽ തെറ്റുകാരനല്ല എന്ന് ബോധ്യമാകുന്നു എന്ന് കണ്ടപ്പോൾ ഹാഷ്മി അവിടെ ഇൻ്റർവ്യൂ നിർത്തി. ഇത് ഒരുപാടുണ്ട്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 24-ൽ കിടപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും പറഞ്ഞ്. ഇപ്പം നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സ്ത്രീയാണല്ലോ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായിട്ട് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം പിന്നീട് അപ്പോൾ രാഹുൽ അത് എന്നാണ് വന്നത് എന്നുള്ളത് 3-4 വർഷത്തിന് മുമ്പേ 24 മണിക്കൂർ പരിചയപ്പെട്ട് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പേ അയാൾ മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ 2025 മെയ് 28-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ എന്നും പറഞ്ഞ് വിളിച്ച കഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതിനുശേഷം പാലക്കാട് ചെന്നെന്നും പിന്നെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഓടി വന്ന് സെൽഫി എടുത്തെന്നും. ഞാൻ നേരത്തെ ചോദിക്കുന്നത്, എനിക്ക് നാണം മാനം ഉളുപ്പുമില്ല ഈ പെണ്ണും പിള്ളയ്ക്ക്. കണ്ട ആണുങ്ങളെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ കിട്ടാത്തത് കൊണ്ടാണ്. ഹണി ട്രാപ്പിൻ്റെ പേരിൽ ആ പയ്യനെ അയാളെ കിട്ടാത്തത് കൊണ്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഡാൻസ് ക്ലാസ്സിൽ നിന്നൊക്കെ വന്നതാണ്. വളരെ എന്താ പറയുക, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നപ്പോൾ ആണ് ഈ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ചീത്ത പറയാൻ വയ്യാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കൊണ്ട് ചെയ്യുന്നതും പിന്നെ ഹണി ഭാസ്കറിൻ്റെ കാര്യം ഷഹനാസിൻ്റെ കാര്യങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ സങ്കടം വന്ന കാര്യവും പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കാൻ ഒരു കാരണം കാണിക്കൽ പോലും നമ്മൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആൾക്ക് പോലും ഇപ്പുറത്ത് ഒരു കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നൊരു വാക്ക് ചോദിക്കും. ഏതൊരു കോടതിയും ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ശിക്ഷ വിധിക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു കോടതി ചോദിക്കും നിങ്ങൾക്ക് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്. അതുപോലും ചോദിക്കാതെ ഒരു പാർട്ടിയിൽ ഇത്രമാത്രം സജീവമായിട്ടൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യൻ, ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കൽത്തുറങ്കിൽ കിടന്ന ഒരു മനുഷ്യനെ ഒറ്റ നിമിഷം കൊണ്ട് ും പറയുന്ന കേട്ടോണ്ട് എടുത്തു വെച്ച് ദൂരെ അങ്ങ് കളയാണ്. അതിലൊക്കെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെയാണ് കേട്ടോ നമിക്കുന്നത്. കാരണം സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ കുറ്റം ചെയ്തെന്ന് തെളിയട്ടെ. ഇത് പറയുന്നത് അത് മാന്യതയാണ്, അത് മര്യാദയാണ്. ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ എല്ലാം സോളാർ കേസിലെ പ്രതി ആരോപണം ഉന്നയിച്ചത്. എന്നിട്ട് ആരെയൊക്കെ പുറത്താക്കി? ഇവിടെ ഏത് കോൺഗ്രസ് നേതാവിനെ പുറത്താക്കി? ഒരാളിനെയും പുറത്താക്കിയിട്ടില്ല. അപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവരാണ് ഇതേ കണക്കുള്ള ഒരു അവസ്ഥയിലേക്ക്, ഇത്രയും ചെളിക്കുണ്ടിലേക്ക് ചവിട്ടിത്താത്തിയത് ഈ കോൺഗ്രസ്സുകാരും കൂടി ഉൾപ്പെടെയാണെന്ന് പൊതുസമൂഹം സംശയിക്കുന്ന എന്തെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? കാരണം ഒരു മനുഷ്യനോട് ഒന്ന് ചോദിക്കണം, എന്താണ് നിനക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ബോധിപ്പിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അയാൾക്ക് പറയാനുള്ള ഒരു വശം കേൾക്കണ്ടേ, എന്നിട്ട് വേണ്ടേ തീരുമാനിക്കാൻ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ വലിയ നീതി നിഷേധമാണ് നടത്തിയിരിക്കുന്നത്. ഇനി അയാൾ നാളെ പ്രതിയല്ല, അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയുമ്പോൾ ഇവരെന്താണ് പറയാൻ പോകുന്നത്? അയാളൊരു MLA ആയതിനു ശേഷം അല്ല ഇതൊന്നും നടന്നിട്ടുള്ളത്. അയാളൊരു യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളാണ്. ഇതേ കണക്ക് പെണ്ണുങ്ങൾ പ്രണയിച്ചെന്നൊക്കെയാണല്ലോ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോഴൊന്നും നടന്നതല്ല. ധാർമ്മികതയുടെ കാര്യം പറഞ്ഞു ഒരു MLAക്ക് ഇങ്ങനെ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ MLA ആയത് ഇപ്പോഴല്ലേ, ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, ധാർമ്മികത അവിടെ നിൽക്കട്ടെ. വലിയ ധാർമ്മികതയുള്ള മനുഷ്യരാണല്ലോ എല്ലാവരും. കോൺഗ്രസിലെ നേതാക്കന്മാർ എത്രയോ പേര് ആരോപണത്തിൽ കിടക്കുന്നു. അവർക്കൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുന്നത്, അവർക്കൊന്നുമില്ലാത്ത ഒരു അയിത്തം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയത് സംഭവിച്ചത്? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക്. നമുക്ക് നാളെ ഇതിൻ്റെ റിയാക്ഷൻ ആയിട്ട് ഞാൻ നല്ല വീഡിയോ ഇടും. കുറച്ചും കൂടി ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ.